നാടൊന്നാകെ ഒരു തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് ഇങ്ങനെ കടക്കുകയാണ്. അപ്പോൾ അതിനേക്കാൾ ആവേശം വിതച്ച് മടവൂർ പുല്ലാളൂർ എന്ന മേഖലയിൽ ഒരു വലിയ കാളപൂട്ട് മത്സരം നടക്കുന്നുണ്ട്. ഒരുപാട് മേഖലകളിൽ നിന്ന് കാളകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കാണാൻ കുട്ടികളടക്കം ഇവിടേക്ക് എത്തിച്ചേരുന്ന സാഹചര്യവുമുണ്ട്. അപ്പോൾ എന്താണ് കാളപൂട്ടിന്റെ വിശേഷങ്ങളെന്നും ഈ മേഖലയിലെ തെരഞ്ഞെടുപ്പ് ആവേശം എത്രത്തോളം ഉണ്ട് എന്നും നമുക്ക് നേരിട്ട് കണ്ടു മനസ്സിലാക്കാം. കാളപൂട്ട് മത്സരത്തിലേക്ക് അവർക്കും സ്വാഗതം. എങ്ങനെയുണ്ട് മത്സരമൊക്കെ? ഉഷാറായി പോകുന്നുണ്ട്. ഇവിടെ തന്നെയാണോ സ്ഥലം? മുട്ടാഞ്ചേരി. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ തെരഞ്ഞെടുപ്പ് ആവേശമൊക്കെ എവിടെ വരെ? തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു എന്തായാലും ഒരു ഹോം മേക്കർ ആയിരിക്കുമല്ലോ, ജോലി ചെയ്യുന്നുണ്ടാവും. എന്നാൽ പോലും നിങ്ങളൊരു കൺസെപ്റ്റ് അനുസരിച്ച് എങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ വരണമെന്ന് ആഗ്രഹിക്കുന്നു? ഏത് പാർട്ടി ആയാലും ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആരെയും സ്വാഗതം ചെയ്യും. സ്ഥാനാർത്ഥികളൊക്കെ കണ്ടപ്പോൾ അങ്ങനെയുള്ളവരാന്ന് തോന്നിയോ? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? തുടങ്ങി നാട്ടിലൊക്കെ. ചേച്ചി എവിടുന്ന വരുന്നത്? ചെറുവൽത്താഴം. ഇങ്ങനെയുള്ള ആളുകൾ ഇത്തവണ തെരഞ്ഞെടുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്? നമ്മുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരാൾ തന്നെ വേണം. ആളുകൾ അങ്ങനെയാണോ? എങ്ങനെയുണ്ട് മത്സരമൊക്കെ? നല്ല മത്സരമാണ്. ഗംഭീരാണല്ലോ ഇവിടെ എല്ലാം. എല്ലാ വർഷവും ഉണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ തെരഞ്ഞെടുപ്പ് ആവേശമൊക്കെ എവിടെ വരെ? തദ്ദേശ തെരഞ്ഞെടുപ്പ് നല്ല തെരഞ്ഞെടുപ്പാണ്. പിന്നുണ്ട് ഇത്തവണ എങ്ങനെയുള്ള ആളുകൾ തെരഞ്ഞെടുക്കപ്പെടണം ഞങ്ങളൊക്കെ ആഗ്രഹിക്കും? ചെറിയ കുട്ടികളൊക്കെ 10 പ്രായം കുറഞ്ഞവരാ. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ 5 വർഷത്തേക്ക് ഭരണം? വളരെ മോശമാണ്, അഭിപ്രായമില്ല. ഒരു ചേഞ്ച് വരണം നിങ്ങൾ? തീർച്ചയായിട്ടും. ഇത്തരത്തിലുള്ള ഒരു ചേഞ്ച് ആയിരുന്നു വെള്ളമല്ല, മറ്റൊരു മറുഭാഗം വരണമല്ലോ. ഇവിടെ ഒരു വികസന പ്രവർത്തനം നടക്കില്ല. ഒരു കളിസ്ഥലോ അതുപോലെ അങ്ങനെ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം നടക്കുന്നില്ല. തവണ മാറുമോ? തവണ മാറണമെന്നാണ് അഭിപ്രായം. അപ്പോൾ ഇതൊക്കെയാണ് പുല്ലാളൂരിലെ കാളപൂട്ട് ആവേശവും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള സമീപനവും. അവർക്കെല്ലാവരും പറയുന്നത് ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന ജനപ്രതിനിധികൾ വരട്ടെ എന്നുള്ളതാണ് പുല്ലാലൂർക്കാരുടെയും നിലപാട്, അഭിപ്രായം.